ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് കഫേ. അപ്പം ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ്. നമുക്ക് സ്കൂൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പം അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഷോർട്സ് ആക്കിയിട്ട് വിട്ടിട്ടുണ്ട്, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എല്ലാത്തതും ഇതിലുണ്ട്. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന നെയിം സ്ലിപ്പാണ്. പിന്നെ ഞാൻ ഇതുവരെ കാണിച്ചു തന്ന മെത്തേഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബുക്ക് മാർക്കാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ടാഗാണ് അടുത്തത്. അതിലേക്ക് ആദ്യം വൈറ്റ് അടിച്ചു കൊടുത്തു, പിന്നെ യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ട് ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ഒന്ന് വരച്ചു കൊടുത്തിട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നൂല് വെച്ച് കെട്ടാനാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കി നോട്ട്സ് ആണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഫോം ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേപ്പർ നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന് കട്ട് ചെയ്ത് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഉണങ്ങുന്നത് വരെയുള്ള സമയത്ത് നമുക്ക് ഫോം ബോർഡ് അതിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ ഫോം ബോർഡ് ഒന്ന് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് പെയിൻ്റൊക്കെ കൊടുത്ത് ഡിസൈനൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അത് ഒട്ടിച്ച് കൊടുത്തിട്ട് സ്റ്റിക്കി നോട്ട് നെയ്തൊരു സ്റ്റിക്കറും കൂടി അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് സബ്ജക്റ്റിൻ്റെ നെയിമൊക്കെ എഴുതി സ്റ്റിക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സ്റ്റിക്കർ പേപ്പറിൽ നമ്മൾ സബ്ജക്റ്റൊക്കെ എഴുതി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒരു സ്കെച്ച് വരച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറയുമ്പോൾ വേറെ വേറെ സൗണ്ടുകളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ വിഷയമാക്കരുത് കേട്ടോ. നമ്മൾ അടുത്തായിട്ട് സ്കെയിലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് എടുത്തത് ഐസ്ക്രീം സ്റ്റിക്കാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു കവായി സ്റ്റിക്കേഴ്സ് എടുത്ത് നമ്മൾ അതിമ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര എളുപ്പത്തിൽ നമുക്ക് സ്കെയിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ അടുത്തായി ഉണ്ടാക്കാൻ പോകുന്നത് നെയിം ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിലിനൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ ആ ഒരു ഭാഗത്ത് സർക്കിൾ ഭാഗത്ത് ഞാൻ ഗ്ലാസ്സാണ് എഴുതി കൊടുത്തത്. പിന്നെ ഈ ഒരു ഡിസൈൻ ചെറുതായിട്ടൊന്ന് കുളമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മറ്റേ സൈഡിലൊക്കെ നമ്മൾ നെയിംസ് എഴുതി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ടർ ബോട്ടിലോ നമുക്ക് ഇഷ്ടപ്പെട്ട വുഡ് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല സാധനമാണ്, നല്ല ട്രൈ ചെയ്തേക്കണേ. നമ്മൾ അടുത്തായി ഉണ്ടാക്കാൻ പോണത് ടൈം ടേബിളാണ് കേട്ടോ. നമുക്ക് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ടൈം ടേബിളാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ A4 പേപ്പറാണ് എടുത്തത്. എന്നിട്ട് ആ ബോക്സിൻ്റെ ആ ഒരു അടുപ്പിൻ്റെ ഒരു ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ എത്ര വിഷയമാണോ എത്ര പീരീഡാണോ ഉള്ളത് അത്രയും
കളികളൊക്കെ വരച്ച് ദിവസങ്ങളൊക്കെ എഴുതി കൊടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.